ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യത്തെ കളിപ്പാട്ടത്തോട് ഉപമിച്ച വൃത്തികെട്ട പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തു നിന്ന് വരെ അപമാനം നേരിടുകയാണ്. 37% മാത്രം വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു പരീക്ഷണത്തിൽ നമ്മൾ വിജയം കണ്ടിട്ടില്ല. പക്ഷേ അതൊരു പരാജയമല്ല എന്ന് 100% ഉറപ്പാണ്. നമ്മുടെ പ്രധാനമന്ത്രി പകർന്നു തരുന്ന ആത്മവിശ്വാസത്തിലൂടെ ISRO ഉടൻ തന്നെ അടുത്ത പരീക്ഷണത്തിന് മുതിരുകയാണ്. ഇപ്പോഴത്തെ ചന്ദ്രയാൻ ദൗത്യം ഞങ്ങൾക്കും പ്രചോദനമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നാസ. ഒരു കാര്യം മനസ്സിലാക്കണം, ഭീകരവാദത്തിന് വേണ്ടി കോടികൾ മുടക്കിയ പാകിസ്ഥാന് എന്ത് യോഗ്യതയാണ് ഇന്ത്യയെ കളിയാക്കാൻ ഉള്ളത്? ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ ISROയ്ക്ക് പ്രശംസയുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ രംഗത്ത്. ISROയുടെ നേട്ടങ്ങൾ തങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നാണ് നാസ ട്വീറ്റ് ചെയ്തത്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ലക്ഷ്യം പൂർണ്ണമായി നേടാനാകാതെ വന്ന സാഹചര്യത്തിലാണ് നാസയുടെ പ്രതികരണം. ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം ബുദ്ധിമുട്ട് ഏറിയ തന്നെയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ പര്യവേഷണ വാഹനം ഇറക്കാനുള്ള ISROയുടെ ചന്ദ്രയാൻ 2 ദൗത്യത്തെ പ്രശംസിക്കുന്നതായും നിങ്ങളുടെ ബഹിരാകാശ ദൗത്യങ്ങൾ ഞങ്ങളെ ഏറെ പ്രചോദിപ്പിക്കുന്നതായും നാസ ട്വിറ്ററിലൂടെ അറിയിച്ചു. വരുംകാല ബഹിരാകാശ പദ്ധതികൾ നമുക്ക് ഒരുമിച്ച് യാഥാർത്ഥ്യമാക്കാം എന്ന ഉറപ്പാണ് നാസ ഇപ്പോൾ ISROയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ജൂലൈ 22-ന് വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 4 ലക്ഷം കിലോമീറ്ററോളം പിന്നിട്ട് ശനിയാഴ്ച പുലർച്ചെ 1:38-ന് ചന്ദ്രനിൽ നിന്ന് 30 കിലോമീറ്റർ ഉയരത്തിലെത്തിയിരുന്നു. തുടർന്ന് ദക്ഷിണ ധ്രുവം ലക്ഷ്യമാക്കി വിക്രം ലാൻഡറിനെ ഇറക്കാനായിരുന്നു ശ്രമം. എന്നാൽ സോഫ്റ്റ് ലാൻഡിങ്ങിനുള്ള ശ്രമത്തിനിടെ നിശ്ചയിച്ച പഥത്തിൽ നിന്ന് ലാൻഡർ തെന്നിമാറുകയും ചന്ദ്രന്റെ ഉപരിതലത്തിന് 2.10 കിലോമീറ്റർ ദൂരെ വെച്ച് ആശയവിനിമയം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ലാൻഡറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടെങ്കിലും ചന്ദ്രയാൻ 2 ദൗത്യം 90 മുതൽ 95% വരെ വിജയിച്ചതായാണ് ISRO വ്യക്തമാക്കിയിരുന്നത്. അതുപോലെ തന്നെ ISRO ഇനിയും ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ഉടൻ തന്നെ അടുത്ത ദൗത്യത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും K. ശിവൻ വ്യക്തമാക്കി. ചന്ദ്രയാൻ 2-ന് നേരിയ തിരിച്ചടി നേരിട്ടെങ്കിലും അതിലൊന്നും പതറാതെ ISRO ഏറ്റവും വലിയ പ്രഖ്യാപനത്തിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഗഗൻയാൻ പദ്ധതിയാണ് ഇനി ISROയുടെ മുന്നിലുള്ളത്. 2022-ലാണ് ഗഗൻയാൻ പദ്ധതി പ്രാവർത്തികമാക്കുക. ചന്ദ്രയാൻ ദൗത്യത്തിനും ഗഗൻയാനും 2 തരത്തിലുള്ള ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഉള്ളതെന്നും ISRO വ്യക്തമാക്കി. ചന്ദ്രയാനിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറക്കുവാനും അവരെ സുരക്ഷിതമായി തന്നെ ഭൂമിയിൽ തിരികെ എത്തിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഗഗൻയാൻ പദ്ധതി. ഇത് സംബന്ധിച്ച് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് 100% ഉറപ്പാണ്. തിരിച്ചടി യാതൊരു വിധത്തിലും ബാധിക്കില്ല. സാറ്റലൈറ്റ് ദൗത്യങ്ങളും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യങ്ങൾക്കും യാതൊരു കുഴപ്പവും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകും. ചന്ദ്രയാൻ 2-ന്റെ ദൗത്യം 90 മുതൽ 95% വരെ വിജയകരമായെന്നാണ് ISRO വ്യക്തമാക്കിയിരിക്കുന്നത്. ചന്ദ്രയാൻ 2 ഓർബിറ്റർ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാണെന്നും 7 വർഷം ചന്ദ്രനെ ഭ്രമണം ചെയ്യുമെന്നും ISRO അധികൃതർ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ത്യക്ക് അഭിമാനമായ ISRO ഇനിയും നിരവധി പരീക്ഷണങ്ങളിൽ വിജയിക്കും. എല്ലാ രാജ്യങ്ങളും നിരവധി പരീക്ഷണങ്ങൾ നടത്തി തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവസാനം വിജയത്തിലെത്തിയിരിക്കുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇത്തരമൊരു കളിയാക്കലിന് മുതിർന്നത് എന്ന് മാത്രം മനസ്സിലാവാനുള്ളൂ.